നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചായിരുന്നല്ലോ കുറേ ചെടിയൊക്കെ നട്ടത്. അപ്പോൾ അതൊക്കെ പഴയ പോട്ടുകളാണല്ലോ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ അഴുക്ക് പിടിച്ച് കുറച്ച് പായലും പൊടിയും എല്ലാം പിടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അവിടെ നഴ്സറിയിൽ ഇരുന്നിരുന്നതല്ലേ. അപ്പം അവിടുന്ന് അതിൻ്റെ ഇടയ്ക്കൊന്നൊക്കെ എടുത്തിട്ട് വന്ന കാരണം അതിനകത്ത് നിറച്ച് ചെളിയിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് വെക്കുമ്പോൾ ഒരു ഭംഗിയുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യണം. അപ്പോൾ അച്ചുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അവൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അവൻ വരുന്നതിന് മുന്നേ എന്നെക്കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന അത്രയും ഞാൻ ചെയ്ത് തീർക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ രാവിലെ വീട്ടിലെ ജോലിയെല്ലാം തീർത്തു, അമ്പലത്തിൽ പോയി. പിന്നെ വന്നതിന് ശേഷമാണ് ഒരു ഉച്ചയ്ക്കായി 12 മണിയൊക്കെ ആയിട്ടാണ് ഇതിന് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും. 12 മണിക്ക് ഞാൻ തുടങ്ങിയ പണി രാത്രി 8 മണി വരെ നീണ്ടു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയും തീരട്ടെ എന്നുള്ള. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചായിരുന്നല്ലോ എല്ലാം. ഞാൻ അവിടെ ഇങ്ങനെ അവിടെ കാർ പോർച്ചിൽ ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ വാതിലിൻ്റെ നേരെ തന്നെ കുറേ ഇങ്ങനെ ചെളിയെല്ലാം ആക്കി വെച്ചിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തീർക്കാമെന്നുള്ളതാണ് ചിന്ത. അപ്പോൾ ഇത് ആദ്യം പെയിൻറ്റ് ചെയ്ത് തീർക്കാമെന്ന് വെച്ചാൽ എന്നാലല്ലേ ഓരോ സ്ഥലത്തേക്ക് ഒതുക്കി വെക്കാൻ പറ്റത്തുള്ളൂ. പെയിൻ്റ് അടിക്കാതെ ഒരിടത്ത് നമുക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് വെക്കാനും പറ്റണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ആദ്യം പെയിൻറ്റ് ചെയ്ത് കുറേയൊക്കെ ഒതുക്കി വെച്ച് കഴിയുമ്പോൾ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് സമാധാനമായിട്ട് ചെയ്യാം എന്ന് കരുതിയാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കൂട്ടിന് കുഞ്ഞി വന്നിരിപ്പുണ്ട്. അപ്പോൾ അവളിങ്ങനെ ഓരോന്നൊക്കെ നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അതും ഒരു സുഖമാണ്. ഞാൻ അവളുമായിട്ടൊക്കെ വർത്താനം പറയും കേട്ടോ. ഞാൻ വർത്താനം പറയുമ്പോൾ എൻ്റെ മുഖത്തോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ ഇപ്പോൾ അന്ന് ഞാൻ ചെയ്യുന്ന ദിവസം അന്ന് വലിയ വെയിലില്ലായിരുന്നു. ഞാൻ വന്ന് ഇരിക്കുമ്പം വലിയ വെയിലില്ലായിരുന്നു. അത് കഴിഞ്ഞ് പയ്യെ അങ്ങോട്ട് വെയിൽ തെളിയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ നല്ല വെയിലായി കേട്ടോ. പിന്നെ നല്ല ചൂടായിരുന്നു. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും. ഇത് മാൻഡിവില്ലയുടെ 2 പോട്ടാണ് കേട്ടോ. 2 കളർ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അത് രണ്ടും ഞാൻ ഗേറ്റിൻ്റെ അപ്പുറയും ഇപ്പുറയും ഓരോ കൊച്ചു തൂണുകളുണ്ട്. അപ്പോൾ അതിൽ കൂടെ കയറ്റി അങ്ങോട്ട് വിടാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിറച്ച് പൂക്കളുണ്ടായിട്ട് അങ്ങനെ കിടക്കും എന്നൊക്കെ വിചാരിച്ചാണ് 2 കളർ മേടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. 2 സൈഡിലുമായിട്ട് വെക്കാമെന്ന്. അപ്പോൾ അവിടെ അപ്പുറത്ത് വേറൊരു പൂച്ച വന്ന് ഒച്ചയുണ്ടാക്കിയപ്പോഴത്തേക്കും ഞാനും കുഞ്ഞിയും നോക്കുവാണ് അവിടെ എന്താന്ന്. അപ്പോൾ ഞാൻ കല്ലൊക്കെ എടുത്ത് അതിനെ ഓടിക്കുക. കാരണം അവിടെ വന്ന് ഇത് ഉപദ്രവിക്കും. ഇപ്പോൾ ഒത്തിരി അവിടെ ആൺപൂച്ചകൾ ഇങ്ങനെ വന്ന് ഭയങ്കര ശല്യമാണ്. വേറെ കുറേ കുഞ്ഞു പൂച്ചകളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ആ 2 കുഞ്ഞു പൂച്ചകളുണ്ടായിരുന്നു. അത് മരിച്ചും പോയി. പിന്നെ ഉള്ളത് ഇപ്പം വലിയ കുറച്ച് പൂച്ചകളേ ഉള്ളൂ. ഒരു ആൺപൂച്ച അവിടെ ഉണ്ടായിരുന്നു. അത് ഈയിടെ ചത്തുപോയായിരുന്നു. അപ്പോൾ അതിന് പകരം അത് പൊയ്ക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ നിറച്ച് അവിടുന്ന് ഒക്കെ എവിടുന്നൊക്കെയോ കുറേ ആൺപൂച്ചകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ശല്യം അത് കാരണം. അപ്പോൾ കുഞ്ഞത് കാരണം അവിടെ പേടിച്ച് അവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ എന്തോ ഒരു ഒച്ച കേട്ടത് കാരണം. അപ്പോൾ ഞാനൊരു പഴയ കവർ എടുത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ പൊടിയെല്ലാം കളയുന്നത്. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് പോകും. പായലൊക്കെ പെട്ടെന്ന് നമ്മൾ ഉരച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഞാൻ പെയിൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഈ പെയിൻറ്റിങ്ങും അന്ന് ഫുള്ള് ഞാൻ 8 മണി വരെയുള്ള വീഡിയോ ഇന്നത്തെ ദിവസത്തിൽ ഞാൻ കാണിക്കുന്നില്ല. ഇന്ന് ഒരു ഉച്ച വരെയുള്ള വീഡിയോ ഞാൻ ഇടുന്നുള്ളൂ. അതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ പിന്നെ അടുത്ത ദിവസം ഇടാം കേട്ടോ.
ഇത് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഇത്രയും ഒക്കെ ആക്കി വെച്ചു. പിന്നെ അടീനിയം നടാനുള്ള ഒരു 3 ചെറിയ പോട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ച് കേട്ടോ. അത് പക്ഷേ പുതിയ പോട്ടാണ്, ഞാൻ നഴ്സറിയിൽ നിന്ന് എടുത്തതല്ല. ഞാൻ വിനോട്ടന് ഈ പോട്ടൊക്കെ മേടിക്കാൻ പോകുന്ന ആ കടയിൽ വിനോട്ടൻ പോയതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പോയിട്ട് എനിക്ക് വേണ്ടി 3 മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് അതും എടുത്ത് പെയിൻറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് കുഞ്ഞിയെ കുറച്ച് നേരം കളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് അച്ഛന് ചോറ് കൊടുത്തു. അപ്പോൾ അച്ഛന് വിളമ്പി വെച്ച് ചെയ്തിട്ട് അധികം കറിയൊന്നും കഴിക്കത്തില്ല. നമ്മൾ പറഞ്ഞാൽ വെച്ചിരിക്കുന്ന കറി പോലും അച്ഛൻ കഴിക്കത്തുള്ളൂ. അച്ഛൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അച്ഛന് ഷിമിസിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന്. നേരത്തെയൊക്കെ ഒരുപാട് കറി കഴിച്ചുകൊണ്ടിരുന്നതാണ് അച്ഛന്. പക്ഷേ ഇപ്പം അച്ഛന് അങ്ങനെ കറിയൊന്നും കഴിക്കത്തില്ല. നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കണം. അങ്ങനെ അച്ഛൻ എന്തേ കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ട്. ഇനിയിപ്പം കുഞ്ഞിക്കും കൂടെ ആഹാരം കൊടുക്കണം. അപ്പോഴത്തേക്ക് വിനോട്ടനും വരും. വിനോട്ടനും ഞാനും ഒക്കെ ഒരുമിച്ച് ഞങ്ങൾ ചോറുണ്ടായതിന് ശേഷമാണ് ഞാൻ പിന്നെ ബാക്കിയുള്ള ജോലിക്കൊക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നാളെ ഞാൻ ആറ്റുകാൽ പൊങ്കാലയുടെയാണ് ഇടുന്ന വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്